വാർത്തകൾ തുടരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയതയ്ക്ക് യുവത്വത്തിന്റെ കയ്യൊപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി എടമുട്ടം സെന്റർ കോൺഗ്രസ് മാനിഫെസ്റ്റോയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായ ശേഖരണം നടത്തി. പരിപാടിയുടെ മണ്ഡലം തല ഉദ്ഘാടനം നാട്ടിക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ബിജേഷ് പന്നിപ്പുലത്ത് നിർവഹിച്ചു. ഇത്തരത്തിലുള്ള പൊതുപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ CPM ആയാലും BJP ആയാലും അവരുടെ പൊതു പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. ഏതായാലും അവരൊക്കെ തന്നെ അവരുടെ ദേശീയ നേതാക്കന്മാർ വിളിച്ചിരുത്തി അവർ ചർച്ച ചെയ്തുകൊണ്ട് ഇറക്കുന്ന പ്രകടന പത്രികയാണ് നമ്മുടെ ഈ ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തിക്കാറുള്ളത്. പക്ഷേ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തമാക്കുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UPA സർക്കാർ ഭരിക്കുവാനും സാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഈ ദൌത്യമേറ്റെടുത്ത് ഇന്ത്യയിലൂടെ സുമേഷ് പാനാട്ടിൽ അധ്യക്ഷനായി. പാർലമെന്റ് സെക്രട്ടറി ബിബീഷ് പോൾ മുഖ്യ പ്രഭാഷണം നടത്തി. AM ഇസ്മയിൽ, ദശരഥൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, TN അനിൽകുമാർ, CV വികാസ്, ശോഭ സുബിൻ, സനൽ തുരുത്തിന്മേൽ, സുദേവ് കഴിമ്പ്രം, മുബിൻ, വിഷ്ണു അഭിനാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിന് നിരവധി വിശ്വാസികൾ അണിചേർന്നു. രാത്രി മേഖലയിലെ 6 യൂണിറ്റുകളിലെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളും യുവജനങ്ങളും ചേർന്ന് വിളക്കുംകാൽ പരിസരത്ത് നിന്ന് ആഘോഷമായ വള എഴുന്നള്ളിപ്പും നടത്തി.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപന യോഗം ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 3-ാം തീയതി ആരംഭിച്ച ഈ മത്സരങ്ങൾ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഒരു ഓർഡിനൻസിന്റെ നിർദ്ദേശപ്രകാരവും ആ ഗൈഡ് ലൈൻസിനനുസരിച്ച് ഈ ഗ്രാമപഞ്ചായത്തുകൾ അപേക്ഷകൾ ഈ ഗ്രാമങ്ങളിൽ കലാകായികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും കഴിവുകളുള്ള പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ വർഷങ്ങളായി നടത്തുന്ന ഒരു ഉത്സവമാണ് കേരളോത്സവ പരിപാടി. ഏകദേശം ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും സർക്കാർ നൽകുന്ന ഈ സാമ്പത്തിക ഫണ്ടിൽ നിന്ന് ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ഈ സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ള ജനപ്രതികളായിട്ടുള്ള അന്തിക്കാടിന്റെ ബ്ലോക്കിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതികൾ ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KK ശ്രീനിവാസൻ, ഷീല വിജയകുമാർ എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്താണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PA ആന്റണി, സുശീല ടീച്ചർ, NG ജയരാജ് തുടങ്ങിയവരും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സമ്മാനദാന ചടങ്ങിൽ സംബന്ധിച്ചു. പഴുവിൽ വെസ്റ്റ് 15-ാം വാർഡിൽ തെരുവു നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. പഴുവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം ചാലിശ്ശേരി ബേബിയുടെ വീട്ടിലെ ആടിനെയാണ് തെരുവു നായ്ക്കൂട്ടം പട്ടാപ്പകൽ ആക്രമിച്ചത്. തൊട്ടടുത്ത പറമ്പിൽ കെട്ടിയിരുന്ന ആടിനെയാണ് നായ്ക്കൂട്ടം കടിച്ച് കുടഞ്ഞത്. നാട്ടുകാർ ഓടിയെത്തി നായ്ക്കളെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും നായ്ക്കൾ ആടിനെ പിടിവിടാതെ മനുഷ്യരുടെ അടുത്തേക്കും പാഞ്ഞെടുത്തതായി പറയുന്നു. തെരുവു നായ്ക്കളുടെ ശല്യം പ്രദേശത്ത് രൂക്ഷമായി തുടരുകയാണ്.